ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ കഷ്ടപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രമാ ഈ പൂജയും വഴിപാടും ഒക്കെ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എനിക്ക് പകരം ആ നേർച്ച നീ ചെയ്യാവോ? ഞാനെന്തിനാ ചെയ്യുന്നത്? നേർച്ച നടത്തേണ്ടത് മാടമല്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീകൾ തന്നെ ചെയ്യണ്ടേ? എങ്കിലല്ലേ ഫലം ഉണ്ടാവൂ. എന്ത് ഫലം? ഇതൊക്കെ അവരുടെ ഓരോ അടവുകളാ. ഞാനിത് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ പോലും എനിക്ക് അവരോടുള്ള മനോഭാവം വെച്ച് എന്റെ നേർച്ചയ്ക്ക് ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും ചെയ്യാതിരുന്നാ ആ പാപവും കിട്ടുമല്ലോ എന്ന് ഓർത്താ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്. നീ ഈ വഴിപാട് ചെയ്യ്, എന്നിട്ട് ഞാൻ ചെയ്താന്ന് പറഞ്ഞോളാം. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് അവർക്കാർക്കും ഇഷ്ടാവില്ല. അതിന് അവരോടാരോടും നമ്മൾ ഇതൊന്നും പറയുന്നില്ലല്ലോ. അതല്ലേ പറഞ്ഞത്, നീ ചെയ്യ്, എന്നിട്ട് ഞാനാ ചെയ്തെന്ന് പറഞ്ഞോളാം. നീ ദേവിയോട് പ്രാർത്ഥിക്ക്, അമ്മയ്ക്ക് സുഖം കിട്ടാനും എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാനും. അത് പ്രാർത്ഥിച്ചിട്ട് നീ ഈ വഴിപാടും കൂടെ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഗുണമുണ്ടാവും. അമ്മയ്ക്ക് വേണ്ടി നീ ഈ വഴിപാട് ചെയ്യണം. അതിനാ ദേവി ഇവിടെ നിന്നെ എത്തിച്ചതെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്യാൻ നിനക്കേ പറ്റൂ. നിന്നെ കൊണ്ട് മാത്രം നീ ഇത് ചെയ്യണം. എങ്കിൽ ചടങ്ങുകൾ ആരംഭിക്കല്ലേ തിരുമേനി? ആയിക്കോട്ടെ. രമാദേവി വ്രതത്തിലല്ലേ? അതെ തിരുമേനി. രമാദേവിയുടെ പ്രായം കണക്കിലെടുത്ത് ഇന്ന് രമാദേവിക്ക് വേണ്ടി മുട്ടിലിഴയിൽ വഴിപാട് നടത്തുന്നത് മരുമകളായ ഐശ്വര്യ ലക്ഷ്മി അല്ലേ? അതെ തിരുമേനി. എങ്കിൽ വഴിപാടായ മുട്ടിലിടയിൽ ചടങ്ങ് ആരംഭിക്കാം. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി സൂര്യഭഗവാനെ തൊഴുക. പിന്നെ ഇവിടത്തെ ദേവിയെ മനസ്സിൽ വിചാരിച്ച് രമാദേവി അമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന മുട്ടിലിഴയിൽ ചടങ്ങ് മംഗളമാക്കി തരണേന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി നിന്നോളൂ. തിരുമേനി പറഞ്ഞതൊക്കെ കേട്ടില്ലേ? സൂര്യഭഗവാനെ നോക്കി തൊഴു. എനിക്കറിയാം.